ഹലോ ഗൈസ്, വെൽക്കം ടു ഹെവൻ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ സൂര്യ നടിപ്പിൽ വന്ന വിശ്വനാഥ് ആൻഡ് സൺ. പ്രത്യേകിച്ച് ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യ ഫാൻസിന് ഒരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മാക്സിമം എല്ലാ പടത്തിനെ പോലെയും സൂര്യയ്ക്ക് ഒന്നും ഒരു മാസ് എൻട്രി ഇല്ല, ഒരു മാസ് ഇൻട്രോ ഇല്ല, അതേപോലെ ഒരു ഡാൻസ്, ഒരു മാസ്സായിട്ടുള്ള ഒരു ആക്ഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിലില്ല. ഇത് ടോട്ടലി വേറെ പടമാണ്. വേറെ പടം എന്ന് വെച്ചാൽ എങ്ങനെ പറയാം, നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് കാണാനും ഫാമിലി ആഡിയൻസിനും ബെസ്റ്റ് ഫിലിമാണ്. ഈ 2026 ഇത് ഈ പടം തന്നെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു ഫുൾ കണ്ടന്റും ഫുൾ പടമായിട്ടുള്ളത്. ഫാമിലി ആഡിയൻസിന് മസ്റ്റായിട്ട് ഇത് കാണണം, തിയേറ്ററിൽ പോയി കാണണം, അങ്ങനത്തെ പടമാണ്. പക്ഷെ ഒരു മാസ് എൻട്രി അല്ലെങ്കിൽ ഒരു മാസ് ഫൈറ്റ്, അങ്ങനെ മാസ്സായിട്ടുള്ള എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫാൻസിന് ഇത് വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. അങ്ങനത്തെ സീൻസ് ഒന്നും ഇതിൽ തന്നെ ഇല്ല. പിന്നെ പറയുകയാണെങ്കിൽ സൂര്യയുടെ ആക്ടിങ് വേറെ ലെവല്. നമ്മുടെ അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. എല്ലാ സിനിമയ്ക്ക് സൂര്യയുടെ ആക്ടിങ് വേറെ ലെവലാണ്. നമ്മുടെ തന്നെ കുറേ ഒരു കാലഘട്ടത്തിൻ്റെ അപ്പുറം സൂര്യയുടെ എല്ലാ പടത്തിലും തന്നെ ഭയങ്കര ബെസ്റ്റായിട്ടുള്ള ആക്ടിങ്ങും റിയാക്ഷൻസും എല്ലാം വേറെ ലെവലാണ് സൂര്യയുടെ. അതിലടിക്കാൻ വേറെ ആരും ഇല്ല ഇപ്പോൾ വരെയും. അതേപോലെ തന്നെ സ്റ്റോറി സെലക്ട് ചെയ്യണതായിരിക്കട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ലാസ്റ്റ് ടൈം കറുപ്പ് പടം എല്ലാവരും കണ്ടിരിക്കും, ഭയങ്കര മാസ്സായിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിൽ നിന്ന് ആൾമോസ്റ്റ് ഇപ്പോൾ ഒരു 6-7 മാസം തന്നെ ആയിരിക്കും. ടോട്ടലി ചേഞ്ചാണ് ഈ പടത്തിൽ. അങ്ങനത്തെ മാസ് എൻട്രി അല്ലെങ്കിൽ ഒരു വലിയ വില്ലൻ ക്യാരക്ടർ അങ്ങനെ ആരും തന്നെ ഇല്ല. ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു ഫാമിലിക്കകത്ത് ഒരു 40 വയസ്സായ ആളും ഒരു 20-22 വയസ്സായവർക്കും ഇടയിൽ നടക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ മൊത്ത കഥയും. പിന്നെ കാമഡിയെങ്കിൽ ഓക്കെയാണ്. അവിടെ ചെറിയ കോമഡി ഉണ്ട്, അതെല്ലാം അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സെന്റിമെൻറ്റ് സീൻസ് എല്ലാം സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഈ മമിത ബൈജുവിൻ്റെ ആക്ടിങ് ആയിരിക്കട്ടും എല്ലാം വേറെ ലെവലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആഡിയൻസ് എല്ലാം മസ്റ്റായിട്ട് കാണണം തിയേറ്ററിൽ പോയിട്ട്. അതേപോലെ തന്നെ എന്തിനു പറയാൻ, അതിൽ നടിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടറും, അതായത് ഓരോരോ സിംഗിൾ പേഴ്സണും തനിയായിട്ട് സ്റ്റോറി കറക്റ്റായിട്ടുണ്ട്. എല്ലാവർക്കും അവരവരതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂര്യയെ മാത്രം റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ 2.5 മണിക്കൂർ സൂര്യയെ മറ്റുമല്ല, അതിൽ നടിച്ചിട്ടുള്ള എല്ലാ ആക്ടറിനും നല്ല ഒരു സ്റ്റോറി ഉണ്ട്. പിന്നെ സൂര്യ ഫാൻസിന് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ആൾ ഓവർ ഇഷ്ടപ്പെടും. മാസിനെ നോക്കി പോണവർക്ക് മാത്രമേ ഈ പടം ഇഷ്ടപ്പെടില്ല. ഓക്കെ ഗൈസ്, എല്ലാവരും പടത്തിനെ കാണും. തിയേറ്ററിൽ പോയി കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ബൈ.